നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോൾക്കിപ്പോ വിശപ്പ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും കഴിക്കണോ? ഒന്നും വേണ്ടമ്മേ. വസു, നമുക്കൊന്ന് ഓഫീസ് വരെ അത്യാവശ്യമായിട്ട് പോകണം. മിസ്റ്റർ ഡാനിയൽ എവിടെ നമ്മളെ കാത്തിരിക്കുക? ഓ ശരിയാ, പുതിയ പ്രോജക്ടിന്റെ കാര്യം സംസാരിക്കാൻ ഇന്ന് മീറ്റിംഗ് വെച്ചിരുന്നതാ. ഈ ബഹളത്തിൽ അതങ്ങ് മറന്നു. മോൾക്കിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് ഓഫീസിൽ പോയിട്ട് വരാം. ആ പോകാം മോളെ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ആ ശരി അമ്മേ. അഖി ശ്രദ്ധിച്ചോണേ. ശരി മോളെ. അഖി, പോയി വരാം. ശരി. ശ്യാമ ലാസ്റ്റ് എന്ത് ഭക്ഷണോ കഴിച്ചേ? അത് വീട്ടിൽ നിന്നാ കഴിച്ചേ. എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? ഇത് മറ്റൊരു അസുഖമല്ല, ശ്യാമ കഴിച്ച ഫുഡിലൂടെ പോയിസൺ ഉള്ളിൽ ചെന്നു. പോയിസണോ? കഴിച്ച ഫുഡിലൂടെയോ? അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ. ശ്യാമ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് ഓട്സ് കഴിച്ചതാ. അതാ ഞാൻ പറഞ്ഞത്, കഴിച്ച ഓട്സിലൂടെ തന്നെയാ വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ചതെങ്കിൽ വിഷം എങ്ങനെയാ, ഏത് രീതിയിലാ ഉള്ളിൽ ചെന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അമ്മയാ ശ്യാമയ്ക്ക് ഓട്സ് കൊടുത്ത. അങ്ങനെ വരാൻ വഴിയില്ല. അതെനിക്കറിയില്ല, ഇത് പോലീസിൽ അറിയിക്കേണ്ട കേസാ. എങ്ങനെ? ഞാൻ അന്ന് വെള്ളം പോലും വേറെ കുടിച്ചിട്ടില്ല. ഓട്സ് അമ്മ തന്നതാ, അത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ അതിലിങ്ങനെ വിഷം വരിക എന്നൊക്കെ പറഞ്ഞാ ആലോചിക്കാൻ ഒന്നുമില്ല. അമ്മ തന്ന ഫുഡല്ലേ, അപ്പോ അതിലെ വിഷം അമ്മ തന്നെ മനഃപൂർവ്വം ഇട്ടതാ. ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാം അമ്മ ചെയ്തതാ. അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല. ഒരിക്കലും എന്റെ അമ്മ അങ്ങനെ ഇല്ല. അമ്മ അങ്ങനെ ചെയ്യില്ല. വേറെ എങ്ങനെങ്കിലും വിഷം ഉള്ളിൽ ചെന്നായിരിക്കും. ആര് പറഞ്ഞു? ഇത് അമ്മ കൊടുത്ത ഓട്സിൽ തന്നെയാ. റിസൾട്ട് കള്ളം പറയില്ലല്ലോ. ആലോചിക്ക്, മൂന്നാളും ശരിക്കും ആലോചിക്ക്. അമ്മയാണെന്നൊന്നും നോക്കണ്ട, എന്നിട്ട് വേണ്ടത് ചെയ്. ഓ
ഓർക്കുമ്പോ സഹിക്കുന്നില്ല അഖി. ഒരിക്കലും ഈ ക്രൂരതയ്ക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. അത് എന്റെ സ്വന്തം അമ്മയാണെങ്കിലും ഞാൻ കൂട്ടു നിൽക്കില്ല. എന്റെ പൊന്നഖി, ഞാൻ നിന്നെ വിശ്വസിച്ച ഇത്രയും പറഞ്ഞത്. ഇതൊക്കെ ഞാനാ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ഒറ്റ കൊടുക്കരുത്. ഐശ്വര്യ എടുത്ത് അത് പേടിക്കണ്ട. എന്നാലും എന്റെ അമ്മ, എന്റെ കുഞ്ഞിന് ഇത്ര ക്രൂരത അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നോ ഈശ്വര? ഇത് എങ്ങനെ ഒരു മോൻ സഹിക്കുക? ഇല്ല ഇല്ല, ഇതിന് ഇന്നൊരു തീർപ്പ് ഞാൻ ഉണ്ടാക്കും. അമ്മ മോൻ ബന്ധം ഇന്നത്തോടെ അവസാനിക്കണം. അഖിയുടെ ദേഷ്യം കണ്ടാലറിയാം ഇന്ന് ആനന്ദ നിലയത്തിൽ ഒരു ഭൂകമ്പം നടക്കും. പതുക്കെ. ക്ഷമ, സൂക്ഷിച്ച്, പേടിക്കണ്ട, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. മോളെ, നല്ല ക്ഷീണമുണ്ട്. മോള് അകത്ത് നിന്ന് കുറച്ചു നേരം കിടക്ക്. ചെല്ലു. മോള് പോയി കിടന്നു. അമ്മ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവരാം. ജ്യൂസ് എന്തിനാ? ഇനി ശ്യാമയുടെ ബാക്കിയുള്ള ജീവനും കൂടി എടുക്കാനാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.